ചെറിയ വരിക, ഇങ്ങോട്ട് കൊടുത്തോളാ. വാങ്ങ വരിക, വന്നോളൂ. ആ കുട്ടി എവിടെ? ലച്ചു, വാ മോളെ. ഈ തിരുവാഭരണമാണ് ഇന്നു മുതൽ ദേവന് ചാർത്തുക. ഞാനിത് ജീവിച്ചിരിക്കില്ല. ഞാൻ പാറമല ചാടി ചാവും. കാതർ, കാര്യം എന്താണെന്ന് പറയും. എന്റെ കുടിയിലെ കാര്യം മാധവേട്ടൻ അറിയാലോ. ആകെ ഉള്ളത് ഒരേ സ്ഥലമാ. അതിന്റെ ആധാരം അങ്ങ് കോപ്പറേറ്റീവ് ബാങ്കിൽ പണയത്തിലും. അത് ആ ഭൂമി വിൽക്കാൻ നിരീച്ചിട്ടാ കാതർ മൂത്ത മോടെ നിക്കാ ഉറപ്പിച്ചത്. പിന്നെന്താ പ്രശ്നം? വിൽക്കാൻ വേണ്ടി കരമടക്കാൻ ചെയ്തപ്പോ വില്ലേജ് ഓഫീസർ പറയാ ആ ഭൂമി വിൽക്കാൻ പറ്റില്ല, ആ ഭൂമിയൊക്കെ സർക്കാർ മരവിപ്പിച്ചിരിക്കുകയാണത്. അവിടെ എന്തോ പദ്ധതി വരാൻ പോണത്രേ. പദ്ധതിയോ? അതെ, കാതറിന്റെ മാത്രം സ്ഥലമല്ല, ആ പ്രദേശത്തെ മുഴുവൻ സ്ഥലങ്ങളും ഫ്രീസ് ചെയ്തിരിക്കുക. ആ ഭൂമി വിൽക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ മോടെ നിക്കാഹ് മുടങ്ങും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഖാദർ വിഷമിക്കണ്ട. ഭൂമി കച്ചവടം നടക്കാത്തതിന്റെ പേരില് മോളുടെ നിക്കാഹ് മുടങ്ങില്ല. പക്ഷെ എനിക്കറിയണം, ഞാൻ അറിയാതെ അവിടെ ഏത് പദ്ധതിയാ വരാൻ പോകുന്നതെന്ന്. ജമാലെ, വണ്ടി എടുക്കണം. കൊള്ളാലോടാ നിന്റെ അച്ഛൻ. അപ്പൊ ചുരുക്കി പറഞ്ഞ നിന്റെ അച്ഛൻ ഒരു പാരലൽ ഗവൺമെന്റ് ആണല്ലേ? അല്ല, ഹീസ് an alternate government. ജില്ലാ ഭരണകൂടത്തിന് പദ്ധതിയെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങളെ അറിയൂ മാധവേട്ട. തീരുമാനം റവന്യൂ വകുപ്പിന്റെ, റവന്യൂ മിനിസ്റ്റർ കുരുവിള ജോർജിന്റെ. ഞാൻ കരുതി ഭൂരഹിതരായ കർഷകർക്കുള്ള പട്ടയ വിതരണം സംബന്ധിച്ച് ചർച്ചയാവുന്ന. ഇതിപ്പോ പട്ടമേളയാണല്ലോ ഗുരുവിളെ. തന്നോട് പാരം കൊണ്ട് കയറി വരാൻ പറഞ്ഞു. നിന്റെ തന്ത മരിച്ചുപോയ കുന്നയ ഔസേപ്പച്ചായ. എന്റെ മാധവ, നിന്റെ ഗുണ്ടായസൊന്നും കുരുകളുടെ അടുത്ത് നടക്കുകയില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു വെള്ളക്കടലാസിൽ എഴുതി പിയുടെ അടുത്ത് കൊടുത്തേച്ച് പോണം. വായിച്ചു നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തിരിക്കും. ഓർമ്മയുണ്ടോ എല്ലാരും? നീ ഇത്ര വേഗം അത് മറന്നു അല്ലേ? നമ്മൾ തമ്മിലുള്ള കണക്കുകൾ ഒരിക്കൽ പറഞ്ഞ് അവസാനിപ്പിച്ചതാ. ഇനി അത് തുടങ്ങി വെക്കാനാണ് നിന്റെ പടപ്പുറപ്പാണെങ്കില് ചെറിയ പള്ളി തറവാട്ടിലെ തെക്കേ കണ്ടത് ചിതയൊരുക്കും ഞാൻ. ഒന്നല്ല, രണ്ട്. നിന്റെ ഇതാ ഇവന്റെയും. എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമാ. ഞാൻ അറിയാതെ എന്ത് പദ്ധതിയാ എന്റെ നാട്ടിൽ? ഏത് വിവരക്കേടിന്റെ പേരില്ല എന്റെ നാട്ടുകാർക്ക് സ്വന്തം ഭൂമി ക്രയവിക്രയം നടത്താൻ അനുവാദമില്ലാത്തത്? അവിടെ ഒരു വമ്പൻ പ്രോജക്റ്റ് വരാൻ പോകുന്നു. ഇവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അതിനു പറ്റിയ സ്ഥലം പുറമ്പോക്കായിട്ടും അല്ലാതെയും ഒരുപാട് കിടക്കുന്നുണ്ടല്ലോ വേറെ. അവിടെ മതി പ്രോജക്റ്റ്. താനൊന്ന് പോടോ. എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പോഴേ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സഭ, ഞങ്ങളെ പോലുള്ളവരുടെ ഭരണം. അതിന്റെ ഇടയിൽ ഉടക്കം കൊണ്ട് വന്നാലുണ്ടല്ലോ, വച്ചേക്കില്ല ഞാൻ. നടക്കില്ല. പാവങ്ങളെ കുടിയിറക്കി ഇവർക്ക് വേണ്ടി നീ പദ്ധതി ഇടുന്ന ഒന്നും നടക്കില്ല. നിങ്ങൾ രാഷ്ട്രീയക്കാരെ പോലെ ഞാൻ വെറും വാക്ക് പറയാറില്ല. മാധവൻ നടക്കുന്നതേ പറയൂ, പറയുന്നത് ചെയ്യും. നിങ്ങളുടെ ഒരു ഒറ്റ ബലത്തിലെ ഞാൻ ഇതിനെ ഇറങ്ങി പുറപ്പെട്ടത്. ഒടുക്കന്റെ കുടിവെള്ളം മുട്ടിപ്പിക്കരുത്. ഇല്ലടോ. ആദ്യം സാമം, ഭേദവും ദാനവും അയാളുടെ ചെലവാകാത്തോണ്ട് നേരെ ദണ്ണം. ഒക്കെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. താൻ ധൈര്യമായിട്ട്. എനിക്ക് ഓടാനും അറിയാം, തുള്ളാനും അറിയാം, പക്ഷെ ഓട്ടം തുള്ളൽ അറിയില്ല. നല്ലോണം പിടിച്ചിരിക്കണേ. ഇതാ എന്റെ ഫ്രണ്ട്സ്. കമ്മിറ്റിക്കാരറിയാണ്ടേ വന്നിരിക്കണ. എന്നെ പെട്ടെന്ന് പറഞ്ഞാക്കണം. ഇപ്പൊ വിടാ, ഒരു 2 മിനിറ്റ്. പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ക്യാപ്സ്യൂൾ പരുവത്തി ഞാനും പഠിച്ചിട്ടുണ്ട് ഓട്ടംതുള്ളൽ. എന്നാലും ഉപ്പോളം വരുവോ മാഷേ ഉപ്പിലിട്ടത്? എനിക്ക് നിങ്ങളുടെ ആട്ടുവാ കാണണ്ടേ. അതിന് അമ്പലത്തേക്ക് പോന്നാ പോരെ? അമ്പലം വേണ്ട, അമ്പലം വേണ്ട.
പുറത്താ. അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് പേടിയാ പടക്കം. ഓ, എന്നാ തുടങ്ങിക്കോളൂ. കണ്ടോ കണ്ടോ, ഓമലുണ്ണി ഗണേശ വൻപിച്ചുള്ളൊരു വിഘ്നം വിരവിനോടഖിലം. അമ്പലത്തിലെ പരിപാടിക്ക് വന്ന ആളെ വിളിച്ചു വരുത്തി ഇവിടെ നിർത്തി തുള്ളിക്കുക. ശരിക്കും നിഷേധരല്ലത്. ചെന്നാലും ചീത്ത പറയാ ചേട്ടാ. വലിയ പഠിപ്പും പത്രാസുള്ള കൂട്ടരാണത്രേ. എന്തുണ്ടായിട്ടെന്താ, വകതിരി വലിയാച്ച എല്ലാം തീർന്നില്ലേ? അത് ആ കുട്ടിക്കാണ് തീരെ ഇല്ലാത്തതല്ലേ. ചെല്ലച്ചോട്ടാ, ചെന്നാലും ചീത്ത പറയാ. ചെല്ല് ചെല്ല്. താളത്തി കൊട്ടടാ. ഹായ് ലിച്ചു. എന്തിനാ ഇവിടെ വന്നിങ്ങനെ മറിഞ്ഞു നിൽക്കുന്നേ? വരൂ. എന്ത് രസല്ലേ ഓട്ടുന്നുള്ളില്. എനിക്ക് അങ്ങനെ തോന്നണില്ല. ചാക്യാർകൂത്താ ഇതിലും നല്ലത്. നിർത്തുക, ഇന്ന് ഇത്രയും മതി. അവിടെ തിരക്കും. അയ്യോ ചേട്ടാ, ഒരു 2 സ്റ്റെപ്സും കൂടെ പ്ലീസ്. ലച്ചു, നീ ഇതെപ്പോ വന്നു? ശരി, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അല്ലെങ്കിലും ഞാനിപ്പോ ഒരു തമാശയാണ് അച്ചുവേട്ടന്. ഇവരൊക്കെ അതിഥികളല്ലേ, നാളെ തിരിച്ചു പോകുന്നവര്. നീ അങ്ങനാണോ? നീ അച്ചുവേട്ടന്റെ അസറ്റ് അല്ലേ? എന്ന് വെച്ചാ അച്ചുവേട്ടന്റെ സ്വത്ത്. ശരിക്കും ശരിക്കും മണ്ടി. അതെ അതെ, നിന്നെയും കൂടെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എന്താണാവോ കാര്യം? അതൊക്കെ ഉണ്ട്. എനിക്കറിയാം. എന്തറിയാന്ന്? ഒരു പൊതു തത്വം കേൾക്കണോ കുട്ടിക്ക്? പറഞ്ഞോളൂ. കൂട്ടിയും കീഴ്ച്ചും കുളിച്ചും അരിച്ചൊക്കെ കഴിയുമ്പോ നമ്മളെ ജീവിതത്തില് ബാക്കി എന്താണെന്ന് അറിയോ കുട്ടിക്ക്? ദുഃഖം. ഓ പിന്നെ. അതേ കുട്ടി, ഷാരടി മാമയെ പോലെ ജീവിതം ഒരുപാട് കണ്ട ആളുകള് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം മോഹിക്കും. കുറച്ച് മോഹിച്ചാ കുറച്ച് മാത്രം ദുഃഖിച്ചാ മതിയല്ലോ. കൂടുതൽ മോഹിച്ചാൽ ദുഃഖത്തിന്റെ അളവ് കൂടും. ഓ ഗുരുവായൂരപ്പ, അധികം മോഹിപ്പിക്കല്ലേ. എന്റെ മനസ്സിന് ശക്തി തരണേ. എടി, ആ ചേച്ചി വേഗം വാടാ. ആ ചേച്ചി, ആ ചേച്ചി. നാട്ടിലെ വലിയ പ്രമാണിയല്ലേ, കസവ് പൊട്ടും പുതച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് അമ്പലത്തില് വേണ്ടേ നേരത്ത്. നിന്റെ തന്തയോട് എന്ന് പറഞ്ഞേക്ക് എന്റെ മുമ്പിൽ ഒന്ന് പെടണ്ടാന്ന്. എവിടെയെങ്കിലും ഒഴിഞ്ഞു മാറി നടക്കാൻ വന്ന് പെട്ടാലുണ്ടല്ലോ എന്റെ കത്തിക്ക് ഭ്രാന്ത് പിടിക്കും. കുത്തിക്ക് ഉടലെടുക്കും ഞാൻ. മനസ്സിലായേ? ഓ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. നടക്കൂ നടക്കൂ. ആരാ അമ്മര് കംപ്ലീറ്റ് മൂടും കാലം. സമാധാനായോ? ഇല്ലെങ്കിൽ പറഞ്ഞാ മതി. ഞങ്ങൾ റെഡിയാ. വാടാ. നീ ഇപ്പൊ പോയിക്കോടാ.
നിന്നെ നിന്റെ തന്റെ ജീവനോടെ ദഹിപ്പിക്കാൻ വേണ്ട വിറയിലുള്ള ഓർഡർ കൊടുത്തിട്ടായി മൂത വരുന്നത്. ഇവനെ ഞാൻ വേണ്ട ചു. ആഹാ. ചെറിയ പിള്ളി മുകുന്ദൻ തേർഡ് റേറ്റ് ചട്ടമ്പിയ. അവനായി അച്ഛന്റെ മനസ്സിലെ കരട്. രണ്ടിനെയും പൊക്കിയാലോ നമുക്കിന്ന്. അമ്പലത്തിൽ വെടിക്കെട്ട് നടക്കുമ്പോ പാടത്തിന്റെ ഏതെങ്കിലും മൂലക്കിട്ട് ചവിട്ടിക്കൂട്ടാം. വേണ്ട, അച്ഛനത് ഇഷ്ടമാവില്ല. അച്ഛനെ മറികടന്ന് ഒന്നും ചെയ്യില്ല ഈ അച്ചു. നന്ദ, എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ? ചന്ദ്രഗിരിയിൽ മാധവ മേനോൻ എന്ന എന്റെ അച്ഛൻ. അത് ശരിയാ, കോടി പുണ്യം ചെയ്യണം ഇങ്ങനൊരു അച്ഛനെ കിട്ടാൻ. ഞങ്ങൾ നാളെ തിരിച്ചു പോകും. പക്ഷേ എന്താവശ്യമുണ്ടെങ്കിലും നീ വിളിക്കണം. ആ സെക്കൻഡിൽ ഞങ്ങൾ പറഞ്ഞെത്തും. പിന്നെ ചെറിയ പിള്ളിയാ വലിയ പിള്ളിയാ പൊളിച്ച് കൈ തരും ഞങ്ങള്. ഒരു പടയൊരുക്കം ഞാനും കാണുന്നുണ്ട്. പക്ഷെ തിരിച്ചു തല്ലാൻ അച്ഛൻ ഒരാൾ തികച്ചു വേണ്ട. എങ്കിലും നിങ്ങളുടെ ഈ സ്നേഹം, നിങ്ങളിപ്പോൾ പറഞ്ഞ വാക്കുകൾ, അത് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു. ഒരിക്കലും ആവശ്യം വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. ആഹാ, കുട്ടി ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിക്ക. അമ്പലത്തിലേക്ക് വരണില്ല? ഇല്ല. എന്തു പറ്റി? ഒന്നുമില്ല. ഒന്ന് പറയൂട്ടി. കളിയാക്കോ? ഇല്ല. എനിക്ക് പേടിയാ. എന്നെയോ? തന്നെയല്ല. പിന്നെ ക്രാക്കേഴ്സ്. എന്ത് ക്രാക്കേഴ്സ്? പടക്കം, വെടിക്കെട്ട്. മതി ചിരിച്ചത്. ലച്ചു പോയിക്കോളൂ, ഞാനിവിടെ നിന്നോളാം. ഒറ്റയ്ക്കോ? എന്താ, ഒറ്റയ്ക്ക് നിന്ന് ആരെങ്കിലും പിടിച്ച് തിന്നോ? എന്നാ ഞാനും പോണില്ല. എന്നിട്ട് വേണം കുട്ടീനെ ഇവിടെ ഒറ്റയ്ക്കാക്കി ചെന്നേന് അച്ഛൻ എന്നോട് ചോദിക്കാൻ. എങ്കിൽ ഞാൻ അച്ഛനെ വിളിച്ചിരുത്താം. വേണ്ട വേണ്ട, അത് വേണ്ട. അതൊട്ടും ശരിയാവില്ല. ഞാനും അച്ചു ഇവിടെ ഇരുന്ന എന്താ കുഴപ്പം? അതെ, മുതിർന്ന ആൺകുട്ടിയും പെൺകുട്ടിയും ഒറ്റയ്ക്കൊരു മുറിയിലിരിക്കണ അത്ര ശരിയല്ല. എടോ, പഠിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച താമസം, ഒരൊറ്റ വീട്ടില്. അറിയോ? അതവിടെയല്ലേ. ഇവിടെ അങ്ങനെയൊന്നും പറ്റില്ല. ഇവിടെ ചില ചിട്ടകളൊക്കെ ഉണ്ട്, അതൊന്നും മാറ്റാൻ പറ്റില്ല. ഒരു കാര്യം ചോദിച്ചാ ലച്ചു സത്യം പറയോ? ഞാൻ നോണ പറയാറില്ല. ഇയാൾക്കാരോടെങ്കിലും ഇഷ്ടമുണ്ടോ? എനിക്ക് എല്ലാരോടും ഇഷ്ടം. ആ ഇഷ്ടമല്ല, ഒരു പ്രത്യേക ഇഷ്ടം. അങ്ങനെ ആരോടെങ്കിലും ഉണ്ടോ? അതെന്തിനാ കുട്ടി അറിയണേ? ഒരു രസം. അങ്ങനെ ഇപ്പൊ രസിക്കണ്ട. ഹേയ്, ആരുടെ ഇഷ്ടത്തിന്റെ കാര്യമായിരുന്നു അവിടെ ഡിസ്കഷൻ? ഏയ്, ഞങ്ങള് ചുമ്മാ. എന്താ ഈ കുട്ടി? ഞാൻ അയ്യോ, നന്ദ, അതെ, അയ്യോ, അതെ, രണ്ടുപേരും ഒന്ന്